നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും ആഹ്ലാദ ആഘോഷമുള്ളപ്പോൾ അവിടെ ഒരു വീട്ടിൽ മാത്രം വെളിച്ചമില്ല, ഇരുട്ടാണ്. ആ വീട്ടിൽ ഇരുട്ടാകാൻ കാരണം ആ വീട്ടിൽ ജീവിക്കുന്ന രണ്ട് മനുഷ്യ ജീവികളുടെ ജീവിതം ഇരുട്ടിൽ, അവരെ അമ്മയും ഒരു കുഞ്ഞും. അവരുടെ ജീവിതം ഇരുട്ടിലാകാനുള്ള കാരണം ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു കടുത്ത മദ്യപാനിയാണെന്ന് മാത്രമല്ല, മദ്യപിച്ചു വന്ന് ഇയാൾ ഭാര്യയെയും കുഞ്ഞിനെയും പൊതിരെ തല്ലും, പുറത്തെ ചെളി മണ്ണിലേക്ക് വലിച്ചെറിയും. ഇവിടുത്തെ ഈരാറ്റുപേട്ടയിലെ തണുപ്പൊന്നും അല്ല ഇംഗ്ലണ്ടിലെ തണുപ്പ്. ഈസ്താർ മരങ്ങളുടെ ഇലകളിൽ നിന്ന് മഞ്ഞിങ്ങനെ സൂചി പോലെ കൊഴിയും, ഞരമ്പ് തുളച്ചു കയറുന്ന തണുപ്പാ. ആ കൊടുത്തണുപ്പുള്ള രാത്രികളിൽ ചെളിയിൽ, പുഴ മഞ്ഞിൽ, ചെളി മണ്ണിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങും അമ്മ. ക്രിസ്മസ് ഈവിനും ക്രിസ്മസിന്റെ തലേ ദിവസവും ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ നല്ല ആഹാരമില്ലാതെ പുറത്തേക്ക് ഇങ്ങനെ തൊഴിച്ചെറിയപ്പെട്ടപ്പോ ആ അമ്മയുടെ ക്ഷമയുടെ എന്തോ ഒരു പലക കണ്ടു എന്ന് പറയുമല്ലോ, എന്തുകൂടെ അത് നെല്ലിപ്പലക. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട അമ്മ പലരെയും പോലെ കുഞ്ഞിനെയും കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിയില്ല, പകരം ആ കുഞ്ഞിനെയും കൊണ്ട് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ കാത്തു നിന്ന് കിട്ടിയ ഒരു തീവണ്ടിയിലെ തണുത്ത കമ്പാർട്ട്മെന്റിൽ കയറി യാത്ര ചെയ്തവർ ലണ്ടൻ നഗരത്തിലെത്തി. അവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഈ പേഴ്സ്യൂട്ട് ഓഫ് എ ജോബ് ടു ഫീഡ് ഹർ ബേബി. കുഞ്ഞിന് ബേബി ഫുഡെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ജോലി കിട്ടട്ടെ. ഒടുവിലൊരു ജോലി കിട്ടി, ഒരു കിൻഡർ ഗാർട്ടനിൽ കൊച്ചുകുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്ന ആയയുടെ ജോലി. യു ക്യാൻ ഇമാജിൻ ഹൗ സില്ലി കുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ്. എന്താ കിട്ടിയ ഒരാഴ്ച ശമ്പളം, തുച്ഛമായ തുക. പെയിങ് എസ്റ്റേറ്റിൽ വീട്ടിൽ താമസം, കഷ്ടിച്ച് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയുന്ന തുക. പല ദിവസവും അവര് പട്ടിണിയാ, കൊച്ചിന് മാത്രം എന്തെങ്കിലും ബേബി ഫുഡ് വാങ്ങിക്കൊടുക്കും. 10,000 രൂപ. പണ്ട് ബാലകൃഷ്ണ എഴുതിയതുപോലെ ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. അങ്ങനെ ജീവിതം നൊമ്പരത്തിന്റെയും കണ്ണീരിന്റെയും കടപ്പാടിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകൾ പറഞ്ഞു പോകുന്ന ആ കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ എനിക്ക് സൂര്യമായിരുന്ന ഒന്നും വേണ്ട. റെഡി? അപ്പൊ ഇവർ രണ്ടുപേരും ഓരോ ആളുകളുടെ പേര് വിചാരിച്ചു, പേര് പറഞ്ഞോ അതാത് നിങ്ങൾ അപ്രൂവ് ചെയ്തോ. കാരണം അപ്രൂവ് ചെയ്ത് നിങ്ങളെ കഥ പറയാൻ പറഞ്ഞെന്ന് അറിയോ, ഒരാളിന്റെ പേര് പറയും എന്ന് പറയും. മൈൻഡിൽ പറഞ്ഞു പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്. മൈക്ക് കൊടുക്കാൻ ബ്രേക്ക് ചെയ്തത്. പുരുഷനാണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെന്നാ പറഞ്ഞത്. അതെ. ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ട്. ഇന്ത്യൻ ജീവിച്ചിരിപ്പില്ല പറഞ്ഞു. ജീവിച്ചിരിപ്പില്ല ഇല്ല. അപ്പൊ അതാണ്. അപ്പൊ ഉണ്ടോ എന്ന് അതേ തന്നെ പറയേണ്ടത്. ഇല്ല. നോ എന്ന് പറയൂ. നോ. ഇന്ത്യൻ. ഇന്ത്യൻ. മലയാളി. യെസ് ഓർ നോ മാത്രം. നമ്മൾ വിചാരിച്ച ആൾക്ക് 50 വയസ്സിന് പ്രായമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഉണ്ട്. താങ്കൾ വിചാരിച്ച ആൾ, ആ വ്യക്തിയെ കുറിച്ചാണ് ചോദ്യം. അദ്ദേഹം സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ആണ്. മോൾ വിചാരിച്ച ആൾ, അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തിയുടെ മേഖല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തിയുടെ മേഖല രാഷ്ട്രീയം. തീർക്കട്ടെ. രാഷ്ട്രീയമാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തിയുടെ മേഖല രാഷ്ട്രീയം, കല, സാഹിത്യം, ഇതിലൊന്നാണോ? അത് രാഷ്ട്രീയമാണോ? ഇല്ല. നമ്മൾ വിചാരിച്ച ആള് മധ്യ കേരളത്തിലുള്ള ഒരാളാണോ? കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ആണ്. അന്ന് വിചാരിച്ച ആൾ ജനിച്ചത് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണോ? ആണ്. ജീവിച്ചതും കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂരിലാണോ? അദ്ദേഹത്തിന്റെ ജീവിതം പ്രധാനമായി അദ്ദേഹം കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണോ അറിയപ്പെടുന്ന ജീവിച്ചത്? അല്ല. ആണോ? അല്ല. പത്ത് ചോദ്യം കഴിഞ്ഞാലേ യജ്ഞത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷെ 7 ലക്ഷമൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. മോള് വിചാരിച്ച ആളിന് നിലവിൽ 1 എന്ന സംഖ്യയുമായി ഒരു ഓട്ടോമൊബൈൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ടോ? അന്ന് വിചാരിച്ച ആളിന് പഴങ്ങളിലെ റാണിയുമായി ബന്ധമുണ്ടോ? ഉണ്ടോ? മോള് വിചാരിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശനെയാണ്, അല്ലെ? അപ്പൊ വലതുവശം ഫ്രീ ആയി. ഈ ഇടതുവശം കൊണ്ട് അങ്ങയോട് പറയുമ്പോ അങ്ങ് വിചാരിച്ച ആള് പറഞ്ഞത്
ഈ ഭൂമി നമ്മൾ മനുഷ്യരുടേത് മാത്രമല്ല, മുള്ള്, മുരുട്, മുരുക്ക്, മൂർഖൻ പാമ്പായ സകല ജീവജാലങ്ങളുടെയും ഇബിലീസുകളുടേതും കൂടിയാണ് എന്ന് അദ്ദേഹം ജീവിച്ച സ്ഥലത്ത് വയലിൽ വീട്ടിൽ ഇന്നൊരു സ്മാരകമായി മാറിയിട്ടുണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് തെറ്റിപ്പോയി. പഴങ്ങളുടെ റാണിയുമായി ബന്ധമുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. മാംഗോൺസ്റ്റൺ മരവുമായി ബന്ധമുണ്ടോന്നാണ് ചോദിച്ചത്. ഉണ്ട്. അപ്പൊ ആ വീട് വയലിൻ വീടാണ്. അവിടെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഇച്ഛാശക്തിയിലാണ് അവിടെ ഒരു സ്മാരകം ഉണ്ടായി. ഒരു മ്യൂസിയം കൂടിയാണ്. അങ്ങനെ വിചാരിച്ച ആൾ ജനിച്ചത് തലയിൽ അക്ഷരങ്ങളുടെ എഴുത്തോലയുമായി സാക്ഷാൽ തലയോരപ്പറപ്പിലാണ് ജനിച്ചത്, അല്ലേ? പക്ഷെ ജീവിച്ചത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിലാണ്. മലയാളികളുടെ സ്വന്തം അക്ഷരങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ആ നാമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു കുട്ടികളോട് ഒരൊറ്റ വാചകം മാത്രം. ചരിത്രം നമ്മൾ പഠിക്കണം. പക്ഷെ ഈരാറ്റുപേട്ടയിലെ ഈ ദിവസത്തിൽ പുരസ്കാരം വാങ്ങുന്ന കുട്ടികൾ ചരിത്രം പഠിക്കാനുള്ളത് മാത്രമല്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ളത് കൂടിയാണ്. നിങ്ങളുടെ ലോകത്തിൽ നിങ്ങളുടേതായ ചരിത്രം എന്ന് ഓർക്കണം എന്ന് ഓർമ്മിപ്പിച്ച് അടച്ചു വയ്ക്കുന്നു വാക്യന്റെ പുസ്തകം. വീണ്ടും കാണാൻ പറ്റിയിരിക്കുന്നു.